നാട്ടിലെ കെട്ടുകഥകളിലെ കന്യകയുടെ സർപ്പഗന്ധമുള്ള ആത്മാവ് ഞാനാ യക്ഷി. പേടിക്കണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, പറഞ്ഞില്ലേ ഞാൻ. ഇത് യക്ഷിയെ യക്ഷജന. ആ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് ഡൗട്ട് അടിച്ചതാ. ഇത് യക്ഷജനാണെങ്കിൽ സോറി, ഇല്ലെങ്കിൽ അത് മതി LGHD TV ഓൺ ആവാൻ. ഓ, പേടിച്ച് കമ്പിയായി. അയ്യേ, യക്ഷിയെ കണ്ടിട്ട് എന്തോ വേറെ മൂഡിലാണെന്ന് തോന്നുന്നല്ലോ. എടാ യക്ഷിയാണോടാ? വായവി ചോത്തരയി ശാനി. എന്റെ പൊന്നക്ഷി ചേച്ചി വെളിയിലൊന്നും ഇറങ്ങി നടക്കല്ലേ, അവന്മാര് മുഴുവനെ പിടിച്ച് വിഴുങ്ങും. ഇങ്ങനെ ഒരു യക്ഷി നേരം കെട്ട നേരത്ത് എന്റെ മുന്നിലെങ്ങാനും വന്നാൽ 8 മാസം കഴിഞ്ഞാൽ കാട്ടിലിരുന്ന് കുഞ്ഞിനും കൊടുക്കേണ്ടി വരും യക്ഷിക്ക്. എടാ കാമപിശാസേ, അതൊരു യക്ഷിയാണെന്നുള്ള തോന്നലെങ്കിലും ഉണ്ടാടാ നിനക്ക്? ചാക്കാണി, എന്റെ പൊന്നു മോളെ, അതിനെ നീ മോന്തെടുത്ത് മാറ്റ്. ഇക്കാണിക്കണ സ്നേഹമൊന്നും അതിന് നിന്നോട് കാണൂല. കടിച്ച എന്റെ പൊന്നു മോളെ തല മത്തങ്ങണക്കെ ഇരിക്കും, മത്തങ്ങണക്ക. ഇതുപോലുള്ള ചെറിയ മണക്കൂസ് പ്രാണികൾക്കാണ് ഈ മൊത്ത വിഷം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്. എന്റെ പൊന്നു മക്കളെ, ഞാൻ ഒരു ദിവസം റൂമിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു. ഭാര്യ വീട്ടിൽ നിന്നാണ്ടെ പിണങ്ങി വന്ന ഏതോ ഒരു കടന്തലി ഒരു കാര്യമില്ലാതെ ജനൽ വഴി വന്ന് ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അടിച്ച് എന്റെ കാലി വന്ന് വീണ്. എന്നിട്ട് മൂടും തട്ടി അടിച്ച് പോണ അവ ഉള്ള ദേഷ്യം മൊത്തം എന്റെ കാലുമേ ഇറക്കിയിട്ടാണ് പോയത്. ഒരാഴ്ചയാണ് ഞാൻ പന്ത് കണക്കത്തെ കാലും കൊണ്ട് നടന്നത്. വെറുതെ പറയണല്ല, പന്ത് കണക്കത്തെ കാലാണെന്ന്. അത്ര തന്നെ ഉണ്ടായിരുന്നു. നമ്മളിലെ കയ്യോർ എടുത്തിട്ട് ഇങ്ങനെ ഊതി പെരുക്കുമ്പോ അകിട് കണക്ക് വീർത്തു വരൂലേ, അതേ സെയിം അവസ്ഥയിൽ കാലൊന്ന് ആലോചിച്ച് നോക്കിയാണ്. അത് കണക്കിരുന്നു. അതിനെ മോന്തെടുത്ത് മാറ്റിയില്ലെങ്കിൽ പൊന്നുമോളെ വട്ടയപ്പം വേവിച്ച് തരും. അത് ഒരു ഡെക്കറേഷന് വേണ്ടി 2 തേൾ കൂടി ചെവിയിൽ തൂക്കാറുന്നു. ഇതൊക്കെ എവിടെന്ന് കുറ്റിയും പറിച്ച് വരണടേ. ഇഡ്ഡലിയും സാമ്പാറും മതി. നീ അതുവരെ ചിന്തിച്ചാടാ? എടാ, നിങ്ങൾക്ക് ഈ സംഭവം എന്താണെന്ന് മനസ്സിലായ? ഈ മാറിന് വലിപ്പമില്ലാത്ത സ്ത്രീകൾക്ക് പ്ലാന്റ് ചെയ്ത് വെക്കുന്ന ഒരു സിലിക്കൺ പോലത്തെ എന്തോ ഒരു സാധനമുള്ളത്. പക്ഷെ അതിൽ ഈ ബൾബ് എന്തിനാ വെക്കുന്നത്? നിങ്ങൾ ഈ പിള്ളേരെ ചെരുപ്പിലൊക്കെ കണ്ടിട്ടില്ലേ? ചെരുപ്പിലും ചെറിയ കളിക്കുന്ന പന്തിലൊക്കെ കണ്ടിട്ടില്ലേ? പ്രഷർ കൊടുക്കുമ്പോ ലൈറ്റ് കത്തുന്നത്. ഇതിപ്പോ ഇനി അങ്ങനെ വല്ലോ? ഇനി കവിഞ്ഞ അതാണോ ഉദ്ദേശിച്ചെന്തോ? എടാ, നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കണേന്ന്? ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ടാ പിന്നെ ചിന്തിച്ച് പോകൂലേ? ഇത് കണ്ടോണ്ടിരിക്കണം നിങ്ങളിൽ ഒരാളെങ്കിലും ഇത് ചിന്തിച്ചതാണ്. പ്രഷർ കൊടുക്കുമ്പോൾ ലൈറ്റ് കത്തുന്ന പുതിയ കളിപ്പാട്ടം. 吃头发吗？ ഓ മൈ, 那个打 ഇവിടെ ഇത് മുടി തന്നെയാണോ ഇത്? 吃头发了。 ഒരു മിനിറ്റേ. ഫാറ്റ് ചോയ് ഓർ ബ്ലാക്ക് മോസ്, ഇതാണ് കേട്ടോ അതിന്റെ പേര്. ഇതെന്തോ പായലോ പുല്ലോ എന്തോ അങ്ങനത്തെ എന്തോ ഐറ്റംസ് ആണ്. ചൈനക്കാരന്മാർ കഴിക്കുന്ന ഫുഡ് ഐറ്റമാണ്. ഒരു നിമിഷം തെറ്റിദ്ധരിച്ചു പോയി. നിങ്ങളും തെറ്റിദ്ധരിച്ച്. ഇതാണ് പറയണത്, റീൽസും റിയലും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന്. 吃头发了。 എന്നാലും കൊള്ളാല്ലേ സാധനം. ഈടാ എലിപ്പനി പിടിക്കൂടാ. എലീനെ ലിപ്ലോക്ക് അടിക്കണവേ. എന്റെ പൊന്നു മക്കളെ, ഇതൊന്നും കണ്ട് നിങ്ങൾ എലിയുടെ മുന്നിൽ ചുണ്ടുനാക്കൊന്നും കൊണ്ട് വെച്ചു കൊടുക്കല്ലേ. തൊള ഇട്ട് തരും, തൊള. മൈ പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, ഇത് മറ്റേ ലവനല്ലേടാ, പപ്പായ പീഡിപ്പിച്ചവൻ. ഇവൻ ഇത് തന്നെയാട്ടാ പണി. അണ്ണാൻ ഓത്തവനാ. വാട്ട് യു മീൻ? തെങ്ങ് തുരപ്പനുള്ള മരുന്നടിച്ച തെങ്ങാണെങ്കിൽ ഒരു കൊമ്പൻ ചെല്ലി നാളെ ഫ്ലാറ്റ് ഡെഡ് ആവുന്നാണോ നീ ഉദ്ദേശിച്ചത്? അങ്ങനെയൊന്നും പറയില്ലേട്ടാ, പാവൂടാ. അയാള് മനുഷ്യന്മാര് തിന്നണമെന്നും തിന്നുന്നില്ലല്ലോ. നമുക്ക് ഭീഷണിയല്ലല്ലോ, പിന്നെ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? നീ പാവൂടാ. പടച്ചോൻ, ഇതൊക്കെ എന്തോന്നടാ? നിനക്കൊന്നും വീട്ടിൽ നിന്നൊന്നും തരണില്ലേ? പശു ചക്കമടല് തിന്നുമ്പോലുള്ള അതേ ശബ്ദം. അല്ലേ ചൊറിയൻ പുഴു. എടി, ഇന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ പണിക്ക് പോയിട്ട് തിരികെ വന്നപ്പോ എന്റെ വീട് ആരോ കൊണ്ടുപോയിടി.
എടാ മോനെ നിങ്ങളൊക്കെ കൊണ്ട് ഒരു പാവം പുഴുവിന് പോലും ജീവിക്കാൻ പറ്റണില്ലല്ലോടാ. ஈசல் பூச்சை வறுத்து சாப்பிட்டா டேஸ்ட் இவ்வளவு நல்லா இருக்குன்னு எனக்கு இன்னைக்கு தான் தெரிஞ்சது. ரீசெண்டா பாரிஸ் பக்கம் போயிருந்தப்போ ஒரு அண்ணன் ஈசல் பூச்சி அரிசியோட சேர்த்து வறுத்து வச்சிருந்தாரு. இது உடம்புக்கு ரொம்ப ஈயலடா, நல்லதுன்னு ஈயலு. சொல்லியிருந்தாரு. நிறைய பேர் வாங்கிட்டு போயிருந்தாங்க. வெறும் 20 ரூபாய்க்கு நான் வாங்கியிருந்தேன். மேல மிளகா பொடி டாப்பிங்ஸா போட்டு கொடுத்தாரு. டேஸ்ட் வைஸ் ரொம்பவே சூப்பரா இருந்துச்சு. நான் எதிர்பார்க்கவே இல்லை. ஒரு ഈയല് വറുത്തതും പൊരിയും ടോപ്പിംഗ് ആയിട്ട് മുളക് പൊടിയും. ഞാൻ കേട്ടിട്ടുണ്ട് നല്ല പ്രോട്ടീൻ ആണെന്ന്. അതിൽ നല്ല പ്രോട്ടീൻ തീട്ടത്തിലുണ്ട്. ഈ ഭാവിയിൽ അതും കാണേണ്ടി വരുമെന്ന്. അപ്പൊ ഗൈസ് ഇതുപോലെ പിരിപോയ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം. ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ടാറ്റാ.